ഹലോ ഗൈസ്, ന്യൂ ഇയർ ആയിട്ട് എന്താണ് പരിപാടി? അത് പറയുമ്പോഴാ ഒരു കൊല്ലമൊക്കെ പോയ ഒരു പോക്കേ. സഹോദരി, താങ്കൾ മുന്തിരിങ്ങ കഴിച്ചുവോ? അല്ല, ഞാൻ മാത്രം എന്തിനു കുറയ്ക്കണം? വന്നാലും പോയാലും 10-12 മുന്തിരിയുടെ കേസല്ലേ ഉള്ളൂ. ഇനി മുന്തിരി തിന്നാത്തോണ്ട് എൻ്റെ ഒരു വർഷം മൂഞ്ചുണ്ട്. പിന്നെ പണ്ട് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പച്ചമുന്തിരിയാണ് തിന്നേണ്ടെന്ന്. പച്ച കിട്ടണ്ടേ സഹോദര? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്റെ വിഷ് അറിയുന്നു ഞാൻ തിന്ന പച്ചയാണോ പഴുത്തയാണോ എന്ന്. വാട്ട് എവർ, മറവി ലേശം കൂടുതലായോണ്ട് ഒന്നും വിട്ടു പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മുൻകൂറായിട്ട് എല്ലാം ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഒരാഴ്ചത്തെ ഇന്റൻസീവ് ക്രാഷ് കോഴ്സിന് ശേഷം എന്റെ അമ്മ പോലും ഗ്രേപ്പ് തിയറി പരീക്ഷിച്ചു നോക്കി. ഇന്നലെ രാത്രി മുന്തിരിയൊക്കെ തിന്നിട്ട് കിടക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ എണീക്കത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് പതിവിലും നേരത്തെ ഞാൻ എണീറ്റു. പുതിയ വർഷം പുതിയ തുടക്കങ്ങൾ, റെസല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു തിരക്കും തന്നെ ആയിരിക്കും. ഇനിയിപ്പോൾ എനിക്ക് ന്യൂ ഇയറിനെ കുറിച്ച് 2 വാക്ക് പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പണ്ടൊക്കെ ന്യൂ ഇയറിന് എനിക്ക് മിനിമം ഒരു പൂത്തിരെങ്കിലും കത്തിക്കണം. ബട്ട് വൈ എന്ന് ചോദിച്ചാൽ മേ ബി നാട്ടു നടപ്പതായോണ്ടായിരിക്കാം. ഏത് നാട്ടിലെ നടപ്പെന്നൊന്നും ചോദിക്കരുത്. പതിവില്ലാണ്ട് ഇവിടെ മഞ്ഞ് കണ്ടുകൊണ്ട് ഈ മഴ വരുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തവളേനെ പോലെ ഞാനൊന്ന് പുറത്തിറങ്ങി. പതിവില് നേരത്തെ എണീറ്റാലും പതിവുകളൊന്നും തെറ്റിക്കുന്ന ശീലം എനിക്കില്ല. അതുകൊണ്ട് കാറ്റിൽ സുഗന്ധം പരക്കട്ടെ. എന്തായാലും ഇപ്പൊ നേരത്തെ എണീറ്റ് സ്ഥിതിക്ക് എക്സാം വരുന്നോണ്ടിരുന്ന് പഠിക്കുമായിരിക്കുമല്ലേ എന്ന് പറയാൻ വരട്ടെ. കാരണം ഇന്ന് പല്ല് കഴിച്ച് ഫ്രഷ് ആയിട്ട് നേരെ വന്ന് ഞാൻ ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക. ബട്ട് വൈ എന്ന് ചോദിക്കുന്ന ചിലർക്കെങ്കിലും കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. അതിൽ മുഴുകി ലയിച്ചിരുന്നുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ കഴിക്കുന്ന വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. എനിക്കുണ്ടല്ലോ ഈ ഇൻസ്റ്റയിലൊക്കെ ഈ വൈറലായിട്ടുള്ള ഫുഡ് ഐറ്റംസ് കേക്കൊക്കെ ആരെങ്കിലും ഉണ്ടാക്കുന്ന കണ്ട അപ്പം അതുണ്ടാക്കണം കൊതിച്ച്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് പണി കിട്ടിയ ഒരു കേക്കാണിത്. ഇത് സംഭവം അതിന്റെ ഫ്രോസ്റ്റിംഗ് തന്നെയാണ് പണിയുന്നത്. അത് 1 അല്ല 2 വട്ടം. അല്ലെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഈ കലാപരിപാടി എല്ലാം കഴിക്കാൻ വന്നപ്പോൾ ഉച്ചച്ചിരി ആയിട്ട് ഇനി ഉച്ചഭക്ഷണം കഴിക്കാം. ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടാണോ ബിരിയാണി എന്ന് ചോദിച്ചാൽ അല്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാഷൻ ഫ്രൂട്ടും കഴിച്ച് അങ്ങ് മലന്ന് കിടന്നു. അങ്ങനെ മലന്ന് കിടക്കുന്ന സമയം ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും പതിവില്ലാണ്ട് എന്റെ മനസ്സിലെ കർഷക സ്ത്രീ അങ്ങനെ ഉണർന്നു. മുന്നേക്ക് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ മിനിമം ഒരു ഫോട്ടോയോ വീഡിയോ എങ്കിലും എടുക്കാൻ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇത്തവണ വന്നിട്ട് ഞാൻ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. പിന്നെ ഇന്നാണൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. എന്താ കുട്ടി, ഹരിതാഭ്യം പച്ചപ്പൊക്കെ ആസ്വദിക്കാനുള്ള കഴിവങ്ങോട്ട് പോയോ? പോയിന്ന് തോന്നുന്നു. സാരമില്ല, റെഡിയാക്കാം. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മേനോട് ചോദിച്ചു, ഓറഞ്ച് വേണോ? ഇവിടെ ഉണ്ടായതായോണ്ടാണ് എനിക്കറിയുന്ന പുളിയാന്ന്. പക്ഷെ എൻ്റെ അമ്മ പറഞ്ഞു ഉണക്കായതിന് സൂപ്പർ മധുരമാന്ന്. ഞാനത് വിശ്വസിച്ചു. വിശ്വാസം അതല്ലേ എല്ലാം. പക്ഷെ എൻ്റെ പിഞ്ചു മനസ്സ് പളുങ്ക് പാത്രം മുടിയണ പോലെ പെട്ടിപ്പോയി. എന്തായാലും കുറേ നാൾക്ക് ശേഷമാണ് വൈകുന്നേരം മിറ്റത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങിങ്ങ് പറ്റിപ്പിടിച്ച് നിന്നിട്ട് ഞാനിങ്ങ് കയറിപ്പോന്നു. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.